ശബരിമലയിലെ ശ്രീ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചു എന്ന് പറയപ്പെടുന്ന മന്ത്രിയടക്കമുള്ള CPM നേതാക്കൾ പുറത്തു വിലസി നടന്നാലും സാരമില്ല, ദൈവിക കാര്യങ്ങൾ നോക്കുന്ന തന്ത്രിയെ ഇനിയും അറസ്റ്റ് ചെയ്ത് അകത്തിട്ടാൽ മാത്രമേ സർക്കാരിന് സമാധാനമാകുകയുള്ളൂ. അതുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 13ാം പ്രതിയായ തന്ത്രി കണ്ഠര് രാജീവർക്ക് 2ാം കേസിൽ അനുവദിച്ച ജാമ്യവും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സർക്കാർ ഹർജി നൽകിയിരിക്കുകയാണ്. കട്ടിളപ്പാളിയിലെ സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം എന്ന പേരിൽ സർക്കാരിൻ്റെ ദാസ്യപ്പണിയെടുക്കുന്ന SIT രജിസ്റ്റർ ചെയ്ത കേസിൽ കൊല്ലം വിജിലൻസ് കോടതി നൽകിയ ജാമ്യം അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി അത് പരിഗണിച്ചിരിക്കുന്നു. പരിഗണിച്ച ജസ്റ്റിസ് K. ബാബു തന്ത്രിക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവും ഇറക്കി. അതായത് ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാർ നൽകിയ സമാന ഹർജിയിൽ തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കിയ വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി നേരത്തെ തന്നെ സ്റ്റേ ചെയ്തിരുന്നു. 2 ഹർജികളും പിന്നീട് ഒന്നിച്ച് പരിഗണിക്കാൻ പോവുകയാണ്. തന്ത്രിക്കെതിരെ തെളിവിൻ്റെ കണിക പോലുമില്ല എന്ന വിജിലൻസ് കോടതി നിരീക്ഷണം അതൊരു അന്തിമ വിധിയുടെ സ്വഭാവത്തിലുള്ളതാണ് എന്ന് സർക്കാർ ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് കേസന്വേഷണത്തിനും കുറ്റപത്രം സമർപ്പിക്കുന്നതിനും തടസ്സമാകുമെന്നാണ് സർക്കാർ ഈ ഹർജിയിൽ പറയുന്നത്. പ്രോസിക്യൂഷൻ രേഖകളുടെയോ കേസ് ഡയറിയുടെയോ പരിശോധന ഇല്ലാതെയാണ് വിചാരണ കോടതിയുടെ ഇത്തരം കണ്ടെത്തലുകളെന്നും തന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ധാരാളം തെളിവുകൾ പ്രോസിക്യൂഷൻ രേഖകൾ ഉണ്ട്, അത് പരിഗണിക്കാതെയാണ് അന്വേഷണം പുരോഗമിക്കുന്ന കേസിൽ പ്രതിക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് എന്നും സർക്കാർ പറയുന്നു. അപ്പോൾ തന്ത്രിയെ കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ഈ ഇത്രയും വലിയ ധൃതി മറ്റുള്ള പ്രതികളെ കൊടുക്കാനുള്ള അതിൽ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും മറ്റു പ്രതികളുമായും ചേർന്ന് കണ്ഠര് രാജീവര് ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ടെന്നും ശ്രീകോവിൽ വാതിലിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ മാറ്റുന്നതിലും അവ ദുരുപയോഗം ചെയ്യുന്നതിലും ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ അറിവ് അതുപോലെ പങ്കാളിത്തവും ഒക്കെ ഉണ്ടായിരുന്നുവെന്നും സർക്കാർ പറയുന്നു. അതുപോലെ തന്നെ ശ്രീകോവിലിൻ്റെ വാതിലിലെ ചെമ്പ് പാളികളിൽ സ്വർണം പൂശിയതാണെന്ന കാര്യം തന്ത്രിക്ക് വ്യക്തമായി അറിയാമായിരുന്നിട്ടും ദേവസ്വം അധികൃതർ ഇതിനെ വെറും ചെമ്പ് പാളികൾ എന്ന് മാത്രം രേഖപ്പെടുത്തിയപ്പോൾ അത് തിരുത്താനോ ബോർഡിനെ അറിയിക്കാനോ തന്ത്രി തയ്യാറായില്ല എന്നാണ് ഹർജി പറയുന്നത്. അപ്പോൾ തന്ത്രി അത് കണ്ടിട്ട് പറഞ്ഞില്ല എന്ന് മാത്രമാണ് പറയുന്നത്. ശരിക്കും കച്ചവടം നടത്താൻ വേണ്ടി തിരുത്തിയവർ ഇപ്പോൾ പുറത്ത് ഇറങ്ങി വിലസുകയാണ്. ഈ സാഹചര്യത്തിൽ വിചാരണ കോടതിയുടെ ജാമ്യ ഉത്തരവ് റദ്ദാക്കണമെന്നും ഹർജി തീർപ്പാകും വരെ സ്റ്റേ അനുവദിക്കണമെന്നുമാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അതായത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇവിടെ. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം, ശബരിമലയിലെ യഥാർത്ഥ കള്ളന്മാർ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് ഭരിച്ച CPM നേതാക്കളും ഒപ്പം ഇടനിലക്കാരും കച്ചവടക്കാരും സ്പോൺസർമാരും ഒക്കെയായി നിന്ന് പുറത്തുനിന്ന് വന്ന ആളുകളുമാണ്. അവരെ പരസ്പരം ബന്ധിപ്പിച്ചു കൊടുത്തത് തന്നെ മുൻ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അതുപോലെ ഗോവർദ്ധൻ്റെയും ഒക്കെ വെളിപ്പെടുത്തലും മൊഴിയും അവിടെ കിടക്കുകയാണ്. എന്നിട്ടും മന്ത്രിയെ മുട്ടുന്നില്ല. പക്ഷെ അതൊന്നും സർക്കാരിൻ്റെ ദാസ്യവേല ചെയ്യുന്ന SITക്കും അറിയേണ്ട ആവശ്യമില്ല. അവർ കുറ്റപത്രം പോലും നൽകാനുള്ള ആംബിയർ അവർക്കില്ലാതെ യഥാർത്ഥ കള്ളന്മാരായ CPM നേതാക്കളെയെല്ലാം പുറത്തിറക്കി വിട്ടിട്ടിപ്പോൾ തന്ത്രിവര്യനെ മാത്രം അകത്തിട്ട് കേസിൻ്റെ ഗതി മാറ്റാൻ ശ്രമിക്കുകയാണ്. അതും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അറസ്റ്റ് എങ്ങാനും ചെയ്യുകയാണെങ്കിൽ വീണ്ടും മന്ത്രിമാരല്ല തന്ത്രിയാണ് മോഷ്ടിച്ചതെന്നും പറഞ്ഞ് സൈബർ സഖാക്കൾക്ക് ഉറഞ്ഞു തുള്ളാനുള്ള ഒരവസരവുമായി. എന്നാൽ CPMൻ്റെയും പിണറായി സർക്കാരിൻ്റെയും എല്ലാ നീക്കങ്ങൾ, അതായത് ശബരിമലക്കെതിരെയുള്ള നീക്കങ്ങൾ ഒന്നും തന്നെ ഇവിടെ നടക്കാൻ പോകുന്നില്ല. അതാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. കാരണം അയ്യപ്പനെ മോഷ്ടിച്ചവരെ പിടിച്ചതും ജനമധ്യത്തിൽ കൊണ്ടുവന്നതും മുഴുവൻ ശബരിമല അയ്യപ്പൻ തന്നെയാണ്. മോഷ്ടിച്ചത് മാത്രമല്ല, അയ്യപ്പ സംഗമം നടത്തി ഇതിനെയൊക്കെ ന്യായീകരിക്കാനും വലിയ ആളാകാനും നോക്കിയപ്പോൾ എല്ലാത്തിനെയും പിടിച്ചകത്തിട്ടതും അയ്യപ്പൻ്റെ പണി തന്നെയാണ്. അല്ലാതെ പിണറായിയുടെ പോലീസ് അതിനൊന്നും നിൽക്കില്ല എന്ന് നമുക്കറിയാം. മാത്രമല്ല, കള്ളന്മാരെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ കാറിൽ അവസാനം കയറിയ വെള്ളാപ്പള്ളി നടേശന് പോലും ഇപ്പോൾ പണി പോയിരിക്കുന്നു. 15 കാലം അദ്ദേഹം ഇരുന്ന കസേര നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സാമ്രാജ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്ത്രിയെ കുടുക്കി മന്ത്രിയെ രക്ഷപ്പെടുത്താൻ എത്ര ശ്രമിച്ചാലും ഇനി കൃത്യം 50 ദിവസം പുതിയ സർക്കാർ അധികാരത്തിൽ വരും. അത് UDF സർക്കാർ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് മെയ് 15 എന്ന് KC വേണുഗോപാൽ ഉറപ്പിച്ചു പറഞ്ഞ സ്ഥിതിക്ക് യഥാർത്ഥ പ്രതി അത് മന്ത്രിയാണെങ്കിൽ മന്ത്രി അഴിയെണ്ണും എന്നുള്ളത് ഉറപ്പാണ്.